ആ പോയി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായില്ലേ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇവിടെ ഇപ്പോൾ നല്ല തണവാണ് കേട്ടോ, -°C. ഈ ഒരു തണുപ്പത്ത് രാവിലെ എഴുന്നേൽക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് മൂടി പൊതിച്ച് കിടന്നാൽ മതിയെന്നേ തോന്നുള്ളൂ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവിടെ നല്ല മഞ്ഞായിരുന്നു. ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദിവസം എഴുന്നേൽക്കാൻ ഒരു പ്രത്യേക ഉത്സാഹമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പടി ഞങ്ങൾ വിൻ്റർ ജാക്കറ്റും ബൂട്ട്സൊക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങിയതാണ് സ്നോയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വണ്ടി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാരണം ഈ ഒരു സ്നോ നിന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഇങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം അതിന് മുന്നേ ഞങ്ങൾ വേഗം തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വന്നതാണ്. ഈ സ്നോ പെയ്യുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ അതിൽ ചവിട്ടി നടക്കാനൊക്കെ. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്നോ ഐസായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത്ര രസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വഴുക്കി വീഴാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പം നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് നടക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മഞ്ഞത്തൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സ്നോ ഒക്കെ ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ അടുത്തുള്ള പാർക്കിലൊന്ന് പോവാണ് കേട്ടോ. ഈ ഒരു പാർക്ക് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ BBQ പാർട്ടിയും അതുപോലെ ഫ്രണ്ട്സായിട്ട് ബേബി ഷെയറൊക്കെ നടത്തിയത് ഈ ഒരു പാർക്കിലാണ്. പക്ഷേ ഈ ഒരു പാർക്ക് ഇപ്പോൾ കാണുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്നോ ഒക്കെ ആയിട്ട് പുതിയൊരു സ്ഥലത്ത് പോലെയാണ് നമുക്ക് തോന്നുക. ധ്രുവക്കുട്ടിക്ക് സ്നോമാൻ ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എപ്പോൾ സ്നോ വരുമ്പോഴാവും പറയും. അപ്പോൾ അതിനും പിന്നെ സ്നോ സ്ലൈഡിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു പാർക്കിലേക്ക് വന്നത്. എനിക്കിവിടുത്തെ തണവ് അത്ര പറ്റില്ല കേട്ടോ, പക്ഷേ ഒരു സ്നോ എനിക്കിഷ്ടമാണ്. നമ്മൾ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മരങ്ങളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതും അതുപോലെ റോഡിലും കാറിലും അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല കണ്ണിന് നല്ല കുളിർമയും ഉന്മേഷമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാരണം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് കാണുന്ന സുഖം തന്നെയുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യണതും അതുപോലെ ട്രാവലിങ്ങും ഒക്കെ കുറച്ച് മെനക്കെട്ട കാര്യമാണ്. അപ്പം ഞങ്ങൾ ആദ്യം എത്തിയപ്പോൾ തന്നെ സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഇത് വിചാരിച്ച പോലെ എളുപ്പമുള്ള പണിയല്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ബ്ലൂബെറിയും ഒരു ക്യാരറ്റും ഒക്കെ പൊക്കി പിടിച്ചാൽ വന്നത് സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെപ്പോലെ അവിടെ അപ്പുറത്തും 1-2 പേര് സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മുട്ട് കുത്തിയിരുന്നിട്ട് കൈയും കാലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി വേദനയായിരുന്നു കേട്ടോ, ഫ്രീസായിട്ട്. കൂടാതെ ഒടുക്കത്തെ തണുപ്പും. ആ വടിയെടുത്ത് കൊടുക്കാം അമ്മയ്ക്ക്. ആ എടുത്ത് കൊടുക്കണം. സ്നോമാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്രുവക്കുട്ടിക്ക് മനസ്സിലായിട്ടോ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ലാണ്. അപ്പോൾ അവനൊരു മൂലയ്ക്ക് സൈഡായി. പിന്നെ ഞങ്ങളായിരുന്നു ഇതിൻ്റെ പിന്നാലെ നിന്നിരുന്നത്. ഞങ്ങൾക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ സ്നോമാനൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. അത് കാരണം ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തണുപ്പൊന്നും വകവയ്ക്കാതെ ഞങ്ങളും പറ്റുന്ന പോലെ ഉണ്ടാക്കി. ഇപ്പോൾ ബ്ലൂബെറി വെച്ചിട്ടാണ് കണ്ണ് വയ്ക്കുന്നത്, ക്യാരറ്റ് വെച്ചിട്ട് മൂക്കും, പിന്നെ 2 ചുള്ളിക്കമ്പ് എടുത്തിട്ട് കയ്യും വെച്ചു. ഇതിൻ്റെ കണ്ണാണെങ്കിൽ ഞാൻ വെച്ചിട്ടും നിൽക്കുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ വെച്ചു. മൂക്കൊട്ടും എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഏട്ടൻ പണി ഏറ്റെടുത്തു. ഞാൻ എങ്ങനെ ഉള്ളിൽ കുത്തി കയറണ്ടേ? ആ ക്യാരറ്റിൻ്റെ ഫ്രണ്ട് ടിപ്പ് വെച്ചിട്ട് കുത്തി ഉള്ളിലേക്ക് പോകാം. അതിന് പുറത്തെടുത്തു, ലെഫ്റ്റിലാണ്. ആദ്യം മറ്റേ സൈഡിൽ കുത്തി ഉള്ളിക്കാക്ക്. നീ വെക്കാൻ നോക്ക്. അത് കണ്ണ് വെക്കാൻ അല്ലേ, കടിച്ചുള്ളി വെക്കണം ക്യാരറ്റ്. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തപ്പീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയിൽ. ഷട്ടെടുക്ക്. കണ്ടണേ. കൊടുക്കും.
ആഹാ മുടുക്കനായി അങ്ങനെ കഷ്ടപ്പെട്ട് സ്നോമാനൊക്കെ സെറ്റാക്കി. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും മോനും കൂടി സ്നോ സ്ലൈഡിങ് ചെയ്യായിരുന്നു. സ്നോ ഒക്കെ പെയ്ത് കഴിഞ്ഞ് അതൊന്ന് സെറ്റായി അതിൻ്റെ സർഫേസ് ഒന്ന് ഹാർഡായി കഴിഞ്ഞാൽ ഇതുപോലെ സ്നോ സ്ലൈഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതുപോലെ സ്ലൈഡിങ് ചെയ്യാനായിട്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വിൻ്ററിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന കാരണം ഞാൻ സ്നോ സ്ലൈഡിങ് ഒന്നും ചെയ്യാൻ നിന്നില്ല. അവർ രണ്ടാളാണ് ചെയ്തത്. ഇപ്രാവശ്യത്തെ വിൻ്ററിൽ ഞങ്ങൾക്ക് ഇതുപോലൊന്നും പോകാൻ പറ്റിയിട്ടില്ല വാവയുള്ള കാരണം. അവനൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ അവനൊന്ന് സ്നോ കാണിക്കണം. അവൻ്റെ ഒരു ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മഞ്ഞ് പെയ്യുന്നൊരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായോ? ഇതുപോലെ മഞ്ഞ് പെയ്യുന്ന കാണാനും മഞ്ഞത്ത് കളിക്കാനും ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ അമർത്തിക്കോ. കൂടുതൽ അമേരിക്കൻ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.